ഇത് നന്നായിട്ട് അരച്ചെടുത്ത പച്ച കളർ മസാലയിൽ ചെയ്തെടുത്ത നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണിത്. എപ്പോഴും ഒരേ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ കഴിച്ചു മടുത്തെങ്കിൽ വെറൈറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ പാത്രം എടുത്ത് വെച്ചു. അതിൽ 1.5 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം ചേർക്കുക. 3 ഏലക്ക ചേർക്കുക. ഒരു തക്കോലത്തിൻ്റെ ഒരു 1/4 ഭാഗം ചേർക്കുക. ഇനി ഒരു 4 ഗ്രാമ്പൂ ചേർക്കുക. ഇനി ഒരു 3 പീസ് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. ഒത്തിരി കട്ടിയില്ലാത്ത ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. കട്ടിയുള്ളതാണെങ്കിൽ ഒരു 2 പീസ് എടുത്താൽ മതിയാകും. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നേരം മതിയാകും. ഇനി ഇതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ചേർക്കുക. ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി തൊലിയോട് കൂടി ചേർക്കാം, തൊലി ഇല്ലാതെ ചേർക്കാം. ഒരു 14 15 എണ്ണം ചേർക്കാം. ഇനി 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്, കഷ്ണങ്ങളാക്കി ചേർക്കുക. ഇനി ആ മസാലയിലെ വെള്ളം മൊത്തം കളഞ്ഞിട്ട് അതുകൂടി ചേർക്കുക. ഇതിലെ മസാലയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. അപ്പോൾ കുതിർത്തരയ്ക്കുമ്പോൾ നല്ലവണ്ണം അരഞ്ഞു കിട്ടിക്കോളും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ചേർക്കുക, ഇല്ലെങ്കിൽ വറുത്ത് പൊടിച്ച് ജീരകം ചേർത്താലും മതി. ഇനി ഇതിൽ മല്ലിയില ചേർക്കണം, ഒരു കൈപ്പിടി അളവ് ചേർക്കുക. അതേ അളവിൽ തന്നെ പുതിന ചേർക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയൂടെ ചേർക്കാം. ഇനി ഇതിൽ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കട്ട തൈര്, വെള്ളം ഒട്ടുമില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. കുരുവില്ലാതെ വേണം നാരങ്ങ നീരൊഴിക്കാനായിട്ട്. വേറെ പാത്രത്തിലോട്ട് പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അരയാൻ ആവശ്യമുള്ള വെള്ളം ഇപ്പോൾ ഇല്ല. ആദ്യമേ ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇതൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഇത് നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വരണം. നിങ്ങളെടുക്കുന്ന തൈരിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് വേണം വേറെ പച്ചവെള്ളം ഒഴിക്കാനായിട്ട്. അതായത് മസാല അരച്ചെടുത്തതിന് ശേഷം ഒരുപാട് വെള്ളം ആയിപ്പോകരുത്. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതാ ഒരു വലിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർക്കുക. ഞാനിവിടെ 2 ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അതായത് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 2 ബ്രസ്റ്റ് പീസ് 350 ഗ്രാം ഉണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇതിലോട്ട് അരച്ചു വച്ചിരിക്കുന്ന മസാല ചേർക്കുക. ഇനി ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് പൊടി ചേർക്കുക. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, നന്നായിട്ട് പൊടിഞ്ഞതായിരിക്കണം. നിങ്ങളുടെ കൈവശം കുരുമുളക് പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് കുരുമുളക് ചേർത്ത് അരയ്ക്കുക. ഇനി 1 മുട്ടയുടെ വെള്ള മാത്രമായിട്ട് ചേർക്കുക. ഇനി ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസ് ഒന്നും ചേർക്കാറില്ല. ഇനി അരിപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുക. ഇനി കോൺഫ്ലോർ ചേർക്കുക. 1.25 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇതിൽ കോൺഫ്ലോർ തന്നെയായിട്ടും ചേർക്കാം. ഇത് 2 പൊടിയും പാതിയായിട്ടും മിക്സ് ചെയ്ത് ചേർക്കാം. അരിപ്പൊടി തന്നെയായാലും ചേർക്കാം. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലെ വെള്ളം ഒന്നും തന്നെ ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ മുട്ടയുടെ വെള്ളയും അരച്ച മസാലയുടെ വെള്ളവും ഒക്കെ മതിയാകും. കറക്റ്റ് പാകത്തിനുള്ള വെള്ളമയമുണ്ട്. ഞാൻ ഒട്ടും വെള്ളമില്ലാതാണ് ചിക്കൻ ഇവിടെ എടുത്തത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ എല്ലുള്ളതായാലും എല്ലില്ലാത്തതായാലും വളരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം.
കാരണം എന്തെന്ന് വെച്ചാൽ വലിയ കഷ്ണങ്ങളാണെങ്കിൽ ചിക്കൻ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി കുറച്ച് സമയം എണ്ണയിൽ കിടക്കുമല്ലോ. അത്രയും സമയം കൊണ്ട് ഈ പച്ച കളറുള്ള ഈ മസാല ബ്രൗൺ കളറാകാൻ തുടങ്ങും. അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് ആ പച്ച കളർ നിലനിർത്തിക്കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകമാക്കിയതിന് ശേഷം ഒരു 3 മണിക്കൂർ നേരത്തേനെങ്കിലും മൂടി വയ്ക്കുക. ഇതിപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുന്നതെങ്കിൽ 1 മണിക്കൂർ, വറുക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും വെളിയിൽ വെച്ചേക്കുക. ആ തണുപ്പൊന്ന് മാറിയതിന് ശേഷം വറുത്തെടുക്കണം. ഇതിപ്പോൾ 3 മണിക്കൂറിന് ശേഷം മസാലയൊക്കെ ഒന്ന് ഒരല്പം ടൈറ്റായ പോലെ തോന്നുന്നുണ്ട്. കറക്റ്റ് മസാലയൊക്കെ പൊതിഞ്ഞ അളവിലാണ് ഇതിന് വറുക്കാൻ വേണ്ടി എടുക്കുക. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കഴിവതും നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോന്നിട്ട് പെറുക്കിയിടുക. എല്ലാം ഒന്ന് പെറുക്കിയിട്ടതിന് ശേഷം തീയെ കുറച്ചിടുക. കുറഞ്ഞ തീ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കണം. ഇവിടെ തീ കൂട്ടി വെച്ചാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് ആ പച്ച കളറിലുള്ള മസാല അങ്ങ് ബ്രൗൺ ആവും, ചിക്കൻ വേകുന്നതിന് മുമ്പ് തന്നെ. അതുകൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നതും. നോൺ സ്റ്റിക്കിനകത്ത് വെക്കാൻ പറഞ്ഞതും അതാണ് കാരണം. സാധാ കടായി ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് മസാല ബ്രൗൺ ആവും. ആദ്യമായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്യുന്ന സമയത്ത് ബോൺലെസ് ചിക്കന് ചെയ്ത് നോക്കുക. ഇപ്പം നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഫ്രൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ചൂട് കട്ടിയുള്ള സാധാ കടായി എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതെല്ലാം പെറുക്കിയിടുക. പെറുക്കിയിട്ട ഉടനെ തന്നെ ഇളക്കരുത്. കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചിക്കൻ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുക. എല്ലാം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർക്കുക. 1-2 പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. വെളുത്തുള്ളി ഇടിച്ചിട്ടത് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ചിക്കൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണയും മതിയാകും. ചാട്ട് മസാല ഇഷ്ടമുള്ളവർക്ക് ഇത് ഫ്രൈ ചെയ്തെടുത്ത ഉടനെ തന്നെ അല്പം പൊടി അതിന് മുകളിൽ വിതറിയിടാം. അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല ചാട്ട് മസാല ടേസ്റ്റ്. ഇത് ആ പച്ച കളർ അധികം നഷ്ടപ്പെടാതെ തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ അളവിൽ മിതമായിട്ടുള്ള എരിവ് മാത്രമേ ഉള്ളൂ. നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് പച്ചമുളകും കുരുമുളക് പൊടിയും കുറച്ച് കൂടുതലായിട്ട് ചേർത്തരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക്, കമൻറ്റും ഹൈപ്പും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോട് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.